ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അവൽ വിളയിക്കുകയാണ്. അവൽ ശർക്കരയിൽ നമ്മൾ വിളയിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പച്ചക്കപ്പലിൻ്റെ മേടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയും കരിപ്പട്ടിയും നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവൽ നെയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. അവലൊന്ന് ചെറുതായിട്ട് കളർ മാറിക്കഴിയുമ്പോൾ അത് വറുത്ത് കോരി ആ ഉരുളയിൽ തന്നെ ശർക്കരയും കരിപ്പട്ടിയും, നമ്മൾ കരിപ്പട്ടി ഉള്ളതുകൊണ്ട് കരിപ്പട്ടിയും കൂടെ ചേർത്തതാണ്, അത് ഇതിലേക്കിട്ട് ഉരുകണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം മറ്റും ഒഴിച്ചാൽ മതി. ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ അലിഞ്ഞ് വരണം. ശർക്കര നല്ല അലിഞ്ഞ് വെള്ളം പോലെ ആയതിന് ശേഷം നമ്മൾ ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. അത് അതിനകത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അവലും തേങ്ങയും എല്ലാം കൂടെയാണ് പിന്നെ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഞാനൊന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ കപ്പലണ്ടി വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഇട്ടു. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയും തേങ്ങയും ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ അവൽ ഇതിലേക്ക് തട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഫുള്ളൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കണം. നമ്മൾ അടുപ്പത്തു നിന്ന് പുറത്തിറക്കി വെച്ച്, കാരണം വെച്ചാൽ അടുപ്പിൽ വെച്ച് അവലിടരുത്. ചൂട് പിന്നെയും കൂടുമ്പം കട്ടി കൂടും. അപ്പോൾ അത് കാരണം താഴേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ അവലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ചായയ്ക്കും രാവിലെ ആയാലും വൈകിട്ട് ചായക്കായാലും ഒക്കെ നല്ലൊരു കടിയാണ്. അത് കേടുകൂടാതെ നമുക്ക് വയ്ക്കാൻ പറ്റും. ശർക്കരയിൽ വെള്ളം ചേർക്കാത്തത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.